അപ്പോൾ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഡേ ആണ് കാശ്മീർ. 16-ാം തീയതി ഞങ്ങൾ എന്താണ് ബോട്ടിൽ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് രാവിലെ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാം എന്ന സ്ഥലത്തേക്കുള്ള പോവാണ്. ഇത് ആപ്പിൾ തോട്ടമാണ് കാണുന്നത്. ആപ്പിൾ തോട്ടങ്ങളൊക്കെ കാണാം. പക്ഷേ ആപ്പിളിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആപ്പിൾ കാണാൻ പറ്റിയില്ല. ആപ്പിൾ തോട്ടങ്ങൾ, പിന്നെ കടുക്, കുങ്കുമപ്പൂ, അങ്ങനെ കുറേ വ്യൂസ് കാണാം നമ്മൾ പോകുന്ന വഴി. ഇതവിടെ ഒരു ആപ്പിൾ തോട്ടത്തിൽ ഇറങ്ങി കാണുവാണ്. അവിടെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പെഹൽഗാം കുറച്ച് ദൂരമുണ്ട്, 50-60 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടേക്ക് പോവാടെ. പെഹൽഗാം മൂന്നാമത്തെ ഡേ ആണ് ഞങ്ങളുടെ കാശ്മീർ. ഇന്ന് ഞങ്ങൾ പെഹൽഗാമാണ് സ്റ്റേ. പെഹൽഗാമിൽ ചെന്ന് റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ഹോഴ്സ് വഴി മാത്രമേ നമുക്ക് മുകളിൽ ചെല്ലാൻ പറ്റുള്ളൂ. കാശ്മീർ വാലി, മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൺ വാലി, അങ്ങനെ 3 വാലീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത് ഈ ഹോഴ്സ് റൈഡിങ്ങിലാണ്. അത് സിമ്പിളല്ല, വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല ഈ ഹോഴ്സ് റൈഡിങ്. അത് 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ നമ്മളെ ഹോഴ്സ് റൈഡേഴ്സ് നമ്മുടെ കൂടെ വരും. അവർ നമ്മൾ നല്ല കെയറിങ് ആയിട്ട് കൊണ്ടുപോയിക്കോളും. നല്ല രസമാണ് ഹോഴ്സ് റൈഡിങ്. ഇത് ചെന്നിട്ടാണ് നമ്മളവിടെ മുകളിൽ ചെല്ലുന്നത്. ഇതാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൺ വാലി. ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു, അത് നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ, ഇത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ സ്റ്റേ ആണ്. പെഹൽഗാമിൽ സ്റ്റേ. നാളെ തിരിച്ച് വീണ്ടും ശ്രീനഗറിലോട്ട് പോകും. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അയ്യോ, ഇതിൻ്റെ പേരെന്തായിരുന്നു? ഹോട്ടൽ അന്ന് പെഹൽഗാമിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് വീണ്ടും ശ്രീനഗറിലോട്ട് പോന്ന്. അതിൻ്റെ വീഡിയോസൊക്കെ ഇനി തപ്പിയെടുക്കണം. പിറ്റേ ദിവസം ശ്രീനഗറിലെത്തി. അവിടെ കുറച്ച് നേരം ശ്രീനഗറിൽ ഞങ്ങൾ നേരത്തെ എത്തി. അവിടെ റിലാക്സ് ചെയ്ത് വൈകുന്നേരമായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ശ്രീനഗറിലെത്തി തിരിച്ച്. ഞങ്ങൾ ഇൻഡിഗോയിൽ കയറി തിരിച്ച് ഞങ്ങൾ ഡൽഹിയിലോട്ട് പോവുകയാണ്. ഇൻഡോ സിറ്റി കിട്ടി. അപ്പം കാശ്മീരിൽ നിന്ന് ബൈ ബൈ.
ഇനി ഞങ്ങൾ ഡൽഹി ചെന്നിട്ട് കാണാം.